ഹലോ, എൻ്റെ പ്രിയപ്പെട്ട ഹോമോസാപ്പിയൻസിൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. Oh shit, here we go again. നിന്നെ നാലുപേരെ അറിയുന്ന മാറി അവിടെ തൊഴിഞ്ഞ ഒരു മോതാൻ പറ്റൂടാ. നിന്റെ മോത ആരും നോക്കൂടാ. അപ്പോൾ ഇന്നത്തെ സ്ട്രെങ്ത് ഫേസിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഷോൾഡർ മസിൽസ് ആണ്. അപ്പോൾ ഷോൾഡർ മസിൽ എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ മസിൽ ഗ്രൂപ്പ്സ് ആണ്. അതായത് ഫ്രണ്ട്, മിഡില്, ബാക്ക്, അങ്ങനെ 3 മസിൽ ഗ്രൂപ്പ്സ് ആയിട്ടാണ് നമ്മുടെ ഷോൾഡർ മസിലിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ ഏത് മസിൽ ഗ്രൂപ്പിനായിരിക്കണം കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു സാധനം നമ്മുടെ ഓവർ ഹെഡ് നമ്മൾ അടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡബിൾ പ്രസ് ഒക്കെ അടിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ഷോൾഡർ മസിൽസ് ഇവിടെ ആക്ടിവേറ്റ് ആവും. അതിൽ മെജോറിറ്റി ഫോഴ്സ് പ്രൊഡക്ഷൻ ഉള്ളത് ഈ മിഡിൽ ടു ഡെൽറ്റും. അവിടെ വേണം നമ്മൾ ഇച്ചിരി ഫോക്കസ് ചെയ്യാൻ ഈ സ്ട്രെങ്ത് ഫേസിൽ. ഈ ഒരു സ്ട്രെങ്ത് ഫേസിൽ ഞാൻ പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്ന എക്സസൈസ്, ഷോൾഡർ എക്സസൈസ് എന്ന് പറഞ്ഞാൽ സീറ്റഡ് ഷോൾഡർ പ്രസ്. നിയർ മാക്സിമൽ വെയിറ്റ് ആയിരിക്കണം നമ്മൾ ഈ സ്ട്രെങ്ത് ഫേസിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇഞ്ചുറി സാധ്യത കൂടുതലുള്ള ഒരു ഫേസാണ് സ്ട്രെങ്ത് ഫേസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്രയും പ്രിക്കോഷന് ഉണ്ടാവണം, എന്നാലും നിങ്ങൾ ഈ ഒരു ഫേസിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെയായിരിക്കും എന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്: സീറ്റഡ് ഷോൾഡർ ഡംബിൾ പ്രസ്, പിന്നെ ഫേസ് പുൾ, അതായത് റിയർ ഡെൽറ്റിന് ന്യൂട്രൽ ഡംബിൾ പ്രസ്. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് ഡെൽറ്റ്. ഇപ്പോൾ ഇനി അടുത്തത് നമുക്ക് ജിമ്മി വെച്ചിടുക. നമ്മൾ ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ലോവർ ബാക്കിന് പണി കിട്ടാതിരിക്കാൻ പറ്റുക. ഇതാണ് ഇച്ചിരി കൂടി ഒരു സേഫ് ആയിട്ടുള്ള ഒരു ആംഗിൾ. നമുക്ക് ഷോൾഡർ മസിൽസും കിട്ടും, ചെറുതായിട്ടൊന്ന് അപ്പർ ഫ്ലെക്സും ചെറുതായിട്ടൊന്ന്. ഓക്കെ, ചെറുതായിട്ടൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. കാരണം സ്റ്റാർട്ടിങ് 40 kgs, രണ്ടാമത്തെ സെറ്റ് 35 kgs. അപ്പോൾ 40 kgs എനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല വീഡിയോയിൽ. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇപ്പോൾ മൂന്നാമത്തെ സെറ്റ് 30 kgs ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ഡെൽറ്റ് ആയിരിക്കും. ഒരു പൊസിഷനിൽ നമുക്ക് ഫുൾ ടാർഗറ്റ് വരുന്നത് ഫ്രണ്ട് ഡെൽറ്റിനായിരിക്കും. നമുക്ക് 30 kgs ആയിരിക്കും ഫസ്റ്റ് സെറ്റ്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സെറ്റ് 25 അല്ലെങ്കിൽ 20 kg. ഓക്കെ, കാരണം ഷോൾഡർ എന്ന് പറയുന്നത് ഇഞ്ചുറി പ്രോൺ ഏരിയ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സീറ്റഡ് ഷോൾഡർ പ്രസ്സിൻ്റെ ഒരു 10 kg കുറച്ചിട്ട് വേണം ന്യൂട്രൽ ഗ്രിപ്പ് ഷോൾഡർ പ്രസ്സിൽ അടിക്കാൻ. ന്യൂട്രൽ ഗ്രിപ്പ് ഷോൾഡർ പ്രസ് കമ്പയർ ടു സീറ്റഡ് ഷോൾഡർ പ്രസ് ചാലഞ്ചിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രഗിൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഓൾറെഡി എൻ്റെ എനർജി ചെറുതായിട്ടൊന്ന് ട്രെയിൻ ആയി. അപ്പോൾ അതിൻ്റെയും സ്ട്രഗിൾ എനിക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, നമ്മളിതിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്
റെയർ ഡെൽറ്റ ആയിരിക്കും ഈ ഒരു എക്സസൈസിന്. അപ്പോൾ ഞാൻ എണീറ്റിരുന്നിട്ട് അടിക്കുന്നില്ല, ഇരുന്നിട്ടാണ് അടിക്കുന്നത്. കാരണം ഈ ഒരു നമുക്ക് ഒരു പൊസിഷൻ ഈ ബോഡി മൊമെന്റം കുറയ്ക്കാൻ വേണ്ടിയാണ് ഇരുന്നിട്ട് ഞാൻ അടിക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലൊരു ഫോക്കസ് കിട്ടും റെയർ ഡെൽറ്റ അടിക്കും. റെയർ ഡെൽറ്റിന് കൂടുതൽ എനിക്ക് ഫോക്കസ് കിട്ടും. ഓക്കെ, ക്ലിയർ? ഇതിലൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഇതിൽ വെയിറ്റ് ഇട്ട് അടിച്ചാൽ സീറ്റഡ് പൊസിഷനിൽ അടിക്കുമ്പോൾ ചെയർ ചെറുതായിട്ടൊന്ന് ഫ്ലിപ്പ് ആവാൻ ചാൻസ്. രണ്ടാമത്തെ സെറ്റ് 50 kgs ആയിരിക്കും. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ ചെയ്ത ഫോം തെറ്റായാണ്, കാരണം ഇങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ ആ ഒരു രീതിയിൽ കണ്ടാൽ എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. ഓക്കെ, പിന്നെ അതുപോലെ നമ്മുടെ സ്ട്രോങ് മാൻ ആയിട്ടുള്ള എഡ്ഡി ഹാള്, പിന്നെ നല്ല ബോഡി ബിൽഡേഴ്സ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഫോം ഈ ഒരു ഇതിലാണ് അവർ ഷോൾഡർ പ്രസ് ചെയ്യുന്നത്, ഡംബിൾ ഷോൾഡർ പ്രസ്. അപ്പൊ ഇതിനെക്കാട്ടും എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നുന്നത് ഇതാണ്, എഫക്റ്റീവായിട്ട് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എൻ്റെ വക ഒരു ചെറിയൊരു പോസ്, അർണോൾഡിന്റെ പോസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗുഡ് നൈറ്റ്. നമുക്കിനി അടുത്ത സ്ട്രെങ്ത് ഫേസിൽ കാണാം.